أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم أنتم هؤلاء تقتلون أنفسكم وتخرجون فريقا منكم من ديارهم تظاهرون عليهم بالإثم والعدوان وإن يأتوكم مسارى تفاضون وهو محرم عليكم إخراجهم أفتؤمنون ببعض الكتاب وتكفرون ببعض فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون. أولئك الذين اشتروا الحياة الدنيا بالآخرة فلا يخفف عنهم العذاب ولا هم ينصرون. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. അർഹമുറഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ നമസ്കാരവും നമ്മുടെ ഇതര ഇബാദത്തുകളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മഹദായ ഫദ്ല് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ ബഖറ, അതിലെ 85, 86 രണ്ട് ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ രണ്ട് ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അഥവാ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് എത്തി. അവിടെ 3 വിഭാഗം ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. 3 വിഭാഗം ആളുകൾ മദീനയിൽ താമസക്കാരായി ഉണ്ടായിരുന്നു. ഒന്ന് ഔസ് ഖസ്റജ് എന്ന് പറയപ്പെടുന്ന ബഹുദൈവ വിശ്വാസികളായ ആളുകൾ. അവർ മദീനക്കാരായി. അവരുടെ ജാഹിലിയ കാലഘട്ടത്തിൽ വിഗ്രഹത്തെ ആരാധിച്ചിരുന്ന ആളുകളാണ് ഔസ് ഖസ്റജ്. അവരാണ് പിൽക്കാലത്തിൽ മൊത്തമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ആ 2 ഗോത്രക്കാരാണ്, ഔസ് ഖസ്റജ്. അവരുടെ ഇടയിൽ ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപാട് യുദ്ധങ്ങൾ ഈ ഔസിന്റെയും ഖസ്റജിന്റെയും 2 ഗോത്രങ്ങളാണ്. ഒരുപാട് യുദ്ധങ്ങൾ അവരുടെ തമ്മിൽ നടന്നിട്ടുണ്ട്. അവര് വിഗ്രഹങ്ങളെ പൂജിക്കുകയും ആരാധിക്കുകയും ജാഹിലിയ കാലഘട്ടങ്ങളിൽ അവർ ചെയ്തിരുന്നവരാണ്. ആദ്യമായി മദീനയിൽ നിന്ന് അവരാണ് ഇസ്ലാമിലേക്ക് മൊത്തമായിട്ട് കടന്നു വരുന്നത്. രണ്ടാമതൊരു വിഭാഗം എന്ന് പറയപ്പെടുന്നത് മദീനയിലെ യഹൂദികളാണ്. മദീനയിലെ യഹൂദികളായ ആളുകൾ അവർ 3 ഗോത്രക്കാരായിരുന്നു മൊത്തം. ഒന്ന് ബനൂ ഖൈനുഖാ, 2 ബനൂ നദീർ, 3 ബനൂ ഖുറൈള. ഇവര് പരസ്പരം സഹോദരങ്ങളാണ്. പക്ഷെ ഇവർ 3 ഗോത്രക്കാരായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയപ്പെടുന്നത് നസാറാക്കളാണ്. ഈ 3 വിഭാഗം ആളുകളായിരുന്നു മദീനയിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുമ്പോൾ ഉണ്ടായിരുന്നു. ഇതിൽ നിന്നും ഔസ് ഖസ്റജ് എന്ന് പറയപ്പെടുന്ന
വിഭാഗം അഥവാ അറബികളായ വിഭാഗം അവർ ഒന്നടങ്കം ഇസ്ലാമിലേക്ക് വന്നു. ശേഷിച്ചത് യഹൂദികളായ 3 വിഭാഗം, 3 ഗോത്രക്കാരായ ആളുകളാണ്. ബനൂ കൈനുക്കാഹ്, ബനൂ നദീർ, ബനൂ ഖുറൈള. അവരിൽ ചില ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരികയുണ്ടായി. പക്ഷേ ഇവരുടെ ഇടയിൽ വർഷങ്ങളോളം ശത്രുതയും വൈരാഗ്യവും യുദ്ധങ്ങളും ഒക്കെ ആ കാലഘട്ടങ്ങളിൽ, മുൻ കാലഘട്ടങ്ങളിൽ നടന്നിരുന്നു. മാത്രമല്ല അവരുടെ ദീനിന്റെ വിഷയത്തിൽ അഥവാ അവർക്ക് നൽകപ്പെട്ടിരുന്ന തൗറാത്ത്, ആ തൗറാത്തിലെ ചില കാര്യങ്ങളെ അവർ സ്വന്തമായിട്ട് തന്നെ ഹറാമാക്കിയിരുന്നു. അവർക്ക് അനുവദിക്കപ്പെട്ട കാര്യമാണ്, അതവർ നിഷിദ്ധമാക്കി കരുതുകയും എന്നാൽ നിഷിദ്ധമാക്കിയ പലതിനെയും അവര് സ്വമേധയാ തന്നെ അനുവദനീയമായി അതിനെ തീരുമാനിക്കുകയും ഹലാലാണെന്ന് അവർ വിചാരിക്കുകയും ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഇടയിൽ യുദ്ധങ്ങൾ നടക്കുമ്പോൾ യുദ്ധത്തിൽ നിന്നും തടവുപുള്ളികളായി പിടിക്കപ്പെടുന്ന ആളുകൾ പരസ്പരം യുദ്ധം ചെയ്യുമ്പോൾ അവരിൽ നിന്ന് തടവുകാരായി പിടിക്കപ്പെടുമ്പോൾ മറ്റു ഗോത്രക്കാരെന്ത് ചെയ്യും? അവര് ദിയത്ത് കൊടുത്തുകൊണ്ട് അഥവാ മോചനദ്രവ്യം കൊടുത്തുകൊണ്ടിട്ട് അവരെന്ത് ചെയ്യും? മോചിപ്പിച്ചെടുക്കുമായിരുന്നു. അങ്ങനെ മോചിപ്പിച്ചെടുത്ത് തങ്ങളുടെ കൂട്ടത്തിലേക്ക് അവരെ ചേർക്കുമായിരുന്നു. അപ്പൊ ഒരു ഗോത്രത്തിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടുന്ന തടവുകാരെ മറ്റൊരു ഗോത്രക്കാരായ ആളുകൾ പൈസകൾ കൊടുത്തിട്ട്, പ്രായശ്ചിത്യം കൊടുത്തിട്ട്, മോചനദ്രവ്യം കൊടുത്തിട്ട് അവരെ എന്ത് ചെയ്യുവാനും ജയിലിൽ നിന്ന് മോചിപ്പിച്ച് ഇവരുടെ കൂട്ടത്തിൽ കൊണ്ടുപോയി, ഈ ഗോത്രക്കാരുടെ കൂട്ടത്തിൽ കൊണ്ടുപോയി ചേർക്കുമായിരുന്നു. ഇതൊക്കെ അവർക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരുന്ന കാര്യങ്ങളാണ്, ഹറാമാക്കപ്പെട്ടിരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആളുകളായിരുന്നു അവർ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമിൽ ഓർമ്മപ്പെടുത്തുന്നു. സുമ്മ അന്തും ഹൗലാഇ തഖ്തുലൂന അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തക്കാരെ, അഥവാ നിങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ യഹൂദികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന 3 പ്രബല ഗോത്രക്കാരായ യഹൂദികളെ സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത്. നിങ്ങൾ പരസ്പരം നിങ്ങളുടെ ബന്ധുക്കളെ അഥവാ സ്വന്തക്കാരെ കൊല്ലുമായിരുന്നു. ജൂതന്മാർ വ്യത്യസ്ത ഗോത്രങ്ങളാണെങ്കിലും അവരൊരു യഹൂദികളാണല്ലോ, വ്യത്യസ്ത ഗോത്രക്കാരാണെങ്കിലും അവർ യഹൂദികളാണല്ലോ. അവർ നിങ്ങൾ പരസ്പര ബന്ധുക്കളും കൂടിയാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തക്കാരെ കൊല്ലുമായിരുന്നു. മാത്രമല്ല ഒരു വിഭാഗം ഒരു ഗോത്രത്തിൽപ്പെട്ട ആളുകളെ അവിടെ നിന്നും നിങ്ങൾ എന്തുമായിരുന്നു? സ്വജനങ്ങളെ അവരുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ ആട്ടി പുറത്താക്കുമായിരുന്നു. പിന്നെയോ തലാമുറൂന അലൈഹിം ബിൽ ഇസ്മി വൽ ഉദ്വാൻ, കുറ്റകരമായും ശത്രുതാപരമായും നിങ്ങൾ അവർക്കെതിരെന്താണ് പരസ്പരം സഹായിച്ചു. ഒരു ഗോത്രം മറ്റൊരു ഗോത്രത്തെ അക്രമത്തിന് വേണ്ടി, വിദ്വേഷത്തിന് വേണ്ടി, പാപങ്ങൾക്ക് വേണ്ടി പരസ്പരം സഹായിച്ചുകൊണ്ടേയിരുന്നു. മാത്രമല്ല ഒരു ഗോത്രത്തിൽ നിന്ന് തടവുപുള്ളികളായി പിടിക്കപ്പെടുമ്പോൾ നിങ്ങൾ അവർക്ക് മോചനദ്രവ്യം കൊടുത്തുകൊണ്ട് മോചിപ്പിച്ച് നിങ്ങളുടെ അടുക്കലേക്ക് ചേർക്കുകയും ചെയ്യുമായിരുന്നു. ഇതെല്ലാം വഹുവ മുഹറമുൻ അലൈക്കും, നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ട അഥവാ തൗറാത്തിലൂടെ നിങ്ങൾക്ക് അറിയിക്കപ്പെട്ട ഹറാമായ കാര്യങ്ങളായിരുന്നു ഇത്. അഥവാ പരസ്പരം കൊലപാതകം, അന്യായമായി വീടുകളിൽ നിന്ന് ആളുകളെ പുറത്താക്കുക, പാപത്തിലും ശത്രുതയിലും പരസ്പരം സഹായിക്കുക, അതേപോലെ തന്നെ ഒരു വിഭാഗത്തിന്റെ തടവുപുള്ളികളെ പൈസ കൊടുത്തിട്ട് അവരെ മോചിപ്പിച്ച് തങ്ങളുടെ കക്ഷികളാക്കി മാറ്റുക. ഇതൊക്കെ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരുന്ന, ഹറാമാക്കപ്പെട്ടിരുന്ന കാര്യങ്ങളായിരുന്നു. അത് നിങ്ങളിൽപ്പെട്ട ചില ആളുകൾ അത് പ്രവർത്തിക്കുമായിരുന്നു. അല്ലാഹു പറയുകയാണ്. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, അഫതുമിനൂന ബിബഅദിൽ കിതാബ് വതക്ഫുറൂന ബിബഅദ്, കിതാബിന്റെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കിതാബിന്റെ കുറച്ചു ഭാഗം കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുകയും കുറച്ചു ഭാഗത്തെ നിങ്ങൾ തള്ളിക്കളയുകയും അവിശ്വസിക്കുകയും നിങ്ങൾ ചെയ്യുകയാണോ? ഇതെല്ലാം വേദഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ചിലതിനെ നിങ്ങൾ എന്താക്കുന്നു? നിഷിദ്ധമാക്കുകയും ചിലതിനെ നിങ്ങൾ അനുവദനീയമാക്കുകയും ചെയ്യുന്നതിലൂടെ ചിലത് നിങ്ങൾ വിശ്വസിക്കുകയും ചിലതിനെ നിങ്ങൾ തള്ളിപ്പറയുകയും ചെയ്യുകയാണോ?
അങ്ങനെ ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം എന്താണെന്ന് അറിയാമോ? അള്ളാഹ് സൂചിപ്പിക്കുകയാണ്, ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും, നിങ്ങളിൽ നിന്ന് ഇപ്രകാരം പ്രവർത്തിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷ എന്ന് പറയപ്പെടുന്നത്, പ്രതിഫലം എന്ന് പറയപ്പെടുന്നത്, ഇല്ലാ ഖിസ്യും ഫിൽ ഹയാത്തി ദുനിയ, ഈ ഐഹിക ജീവിതത്തിൽ എന്നും നിന്ദയായിരിക്കും. ഇന്ന് ലോകത്ത് ജൂതന്റെ അവസ്ഥയും അത് തന്നെയാണ്. ഇതിന്റെ പിൻഗാമികളായ ജൂതന്റെ അവസ്ഥയും അത് തന്നെയാണ്. ലോകത്ത് എക്കാലത്തും നിന്ദയായിരിക്കും. അത് നമ്മൾ കണ്ടതാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. ലോകത്തിലെ മുഴുവൻ ജനങ്ങളും, മുഴുവൻ മനുഷ്യന്മാരും, മനുഷ്യത്വം എന്ന് പറയപ്പെടുന്നത് ഉള്ള മുഴുവൻ മനുഷ്യരും അവരെ നിന്ദ്യമായി, നിസ്സാരമായി, മോശക്കാരായിട്ടാണ് ലോകത്ത് അവരെ ചിത്രീകരിച്ചിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഒന്നത്. രണ്ടാമത്തെ അല്ലാഹു പറഞ്ഞു, വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്. ദുനിയാവ് കൊണ്ട് തീർന്നോ? ഇല്ല. ദുനിയാവിലെ ഈ നിന്ദയും നിസ്സാരതയും ആണ് അതുകൊണ്ട് തീർന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പക്ഷെ അത് തീർന്നോ? ഇല്ല. നാളെ ആഖിറത്തിൽ എത്തിപ്പെടുമ്പോഴോ അശദ്ദിൽ അദാബ്, ഏറ്റവും കഠിനമായ ശിക്ഷ ഇവർക്കായിരിക്കും. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. അല്ലാഹു ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നും അല്ലാഹു ശ്രദ്ധിക്കാതിരിക്കുന്നില്ല. ഇവരുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു വീക്ഷിക്കാതിരിക്കുന്നില്ല. അല്ലാഹു അശ്രദ്ധനല്ല. ഓരോ കാര്യങ്ങളും അല്ലാഹു ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് അല്ലാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇവരെ സംബന്ധിച്ച് അവസാനമായി പറഞ്ഞു നിർത്തി, ഇവര് പരലോകം കൊടുത്തിട്ട് ഐഹിക ജീവിതം വിലക്ക് വാങ്ങിച്ചവരാണ്. പരലോകം കൊടുത്തിട്ട് ഐഹിക ജീവിതം വിലക്ക് വാങ്ങിച്ചവരാണിവർ. ഈ ലോകത്തെ സുഖാനുഭൂതികളും ഈ ലോകത്തെ സുഖാഡംബരങ്ങളിലും അഭിരമിക്കുന്നവരാണിവർ. ആഖിറത്തിന് ഇനിയൊരു ജീവിതമുണ്ട്, പരലോകത്ത് ഒടുങ്ങാത്ത ഒരു ജീവിതമുണ്ട്. ആ ഒരു ജീവിതത്തെ മറന്നുപോവുകയും ആ ഒരു ജീവിതത്തെ വിസ്മരിക്കുകയും ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ലഭിക്കപ്പെടുന്ന ശിക്ഷയെ ഒരു ഇളവും അല്ലാഹു ചെയ്യുകയില്ല. അവർക്ക് നൽകപ്പെടുന്ന ശിക്ഷയിൽ നിന്ന് ഒരല്പം ലഘൂകരണം അതുണ്ടാകുകയില്ല. വലാഹും യുൻസറൂൻ, അവരെ സഹായിക്കാൻ അന്ന് ആരും ഉണ്ടാവുകയില്ല. ഇന്ന് പലരുമുണ്ട് അവരെ സഹായിക്കാൻ, സമ്പത്ത് കൊടുത്ത് സഹായിക്കാൻ, പട്ടാളത്തെ കൊടുത്ത് സഹായിക്കാൻ, അതേപോലെ തന്നെ ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കാൻ ആളുകൾ ഇന്നുണ്ടാകും. പക്ഷേ നാളെ ആഖിറത്തിൽ ഒറ്റ മനുഷ്യനും അവരെ സഹായിക്കാൻ ഉണ്ടാവുകയില്ല. മാത്രമല്ല അവർക്ക് നൽകപ്പെടുന്ന ശിക്ഷയിൽ യാതൊരു ഇളവും ഉണ്ടാവുകയില്ല. എന്തിനാണ് ഈ കഥ, ഈ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഓതി തന്നത്? എന്തിനാണ്? നമ്മുടെ പരിശുദ്ധ ഖുർആനിനെ അംഗീകരിച്ചവരാണ്, ഖുർആനിൽ വിശ്വസിച്ചവരാണ്, ഖുർആനിനെ ഏറ്റെടുത്തവരാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആനിൽ ഹലാലുകൾ ഹറാമുകൾ വ്യക്തമാക്കി അല്ലാഹു തന്നിട്ടുണ്ട്. ഹലാലുകളും ഹറാമുകളും അല്ലാഹു വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അനുവദനീയമായതെന്താണ്, അനുവദനീയമല്ലാത്തതെന്താണെന്ന് വളരെ വ്യക്തമായ സ്പഷ്ടമായ ഭാഷയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വേദഗ്രന്ഥത്തിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ നമ്മുടെ മുൻഗാമികളായ ജൂതന്മാരെ യഹൂദന്മാരെ പോലെ ആകരുത്, നിങ്ങളാകരുത് എന്ന് പറയാൻ വേണ്ടിയാണ് അല്ലാഹു ഈ കഥ നമുക്ക് പഠിപ്പിച്ചത്. ഖുർആൻ കൂടുതലും ഏകദേശം കൂടുതൽ എന്താണ്? ചരിത്രമാണ്. ഖുർആൻ കൂടുതലും മുൻഗാമികളുടെ ചരിത്രമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ചരിത്രത്തിലൂടെ പാഠം പറഞ്ഞു തരികയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ശുദ്ധ ഖുർആനിന്റെ ചിലത് ഞങ്ങൾക്ക് എടുക്കാം, ചിലതിനെ എടുക്കാൻ പറ്റൂല, അല്ലേ? ചില ഹറാമുകൾ പറയുമ്പോൾ അത് ഇന്ന കാലത്തിൽ നടക്കുമോ? അതൊക്കെ അന്തക്കാലത്തിലല്ലയോ? ഇന്ന് കാലത്ത് ഇങ്ങനെയൊക്കെ ജീവിച്ചാലേ മതിയാകത്തുള്ളൂ, ഇങ്ങനെയൊക്കെ ജീവിച്ചാലേ പറ്റത്തുള്ളൂ. എങ്ങനെ ജീവിക്കാൻ പറ്റും, അല്ലേ? ഹറാമുകൾ പറയുമ്പോൾ ചില ആളുകളുടെ വാക്കാണത്. ഹറാമുകൾ പറയുമ്പോൾ അത് ഇന്നത്തെ കാലത്ത് അതൊക്കെ നടക്കുമോ? ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ അല്ലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നമ്മൾ സ്വന്തം എന്തുണ്ടാക്കുക? പത്വം ഉണ്ടാക്കുക. അങ്ങനെ അങ്ങ് ശരിയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്കുക, ഇതാണ് ശരിയെന്ന് പറഞ്ഞ് ആക്കുക. അത് ചെയ്യരുത് എന്നാണ്. അങ്ങനെ ചെയ്താൽ അല്ലാഹ് പറഞ്ഞെന്താണ്? അവരെ സംബന്ധിച്ച് പറഞ്ഞെന്താണ്? ദുനിയാവിൽ അവർക്ക് നിന്ദയാണ്. മാത്രമോ ആഖിറത്തിൽ ഏറ്റവും കഠിനമായ ശിക്ഷയാണ്.
അവരെ അന്ത്യം ചെയ്തവരാണ്. നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ നമ്മൾ ഖുർആൻ ഇത്രയും ആയാത്തുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എത്രയോ നാളുകളായിട്ട് നമ്മൾ കേട്ടു തുടങ്ങിയതാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു എപ്പോഴെങ്കിലും ഈ ദുനിയാവിന്റെ വലിപ്പത്തെ പറ്റി പറഞ്ഞു? നോക്കൂ നിങ്ങൾ, ഈ ദുനിയാവിന്റെ അല്ലെങ്കിൽ ഈ ഭൗതിക ജീവിതത്തിന്റെ ഏതെങ്കിലും വലിപ്പത്തെ പറ്റി അള്ളാഹു പറഞ്ഞില്ല. അള്ളാഹ് പറഞ്ഞത് മൊത്തം എന്താണ്? ആഖിറത്തെ പറ്റിയാണല്ലേ? ആഖിറത്തെ പറ്റിയാണ്. എങ്ങാനും ദുനിയാവിനെ പറ്റി അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയാണ്? ആഖിറത്തെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. അവിടെയാണ് വിഷയം. ഖുർആനിന്റെ പ്രമേയം ആഖിറമാണ്. മുഅ്മിനീങ്ങളുടെ തേട്ടം എവിടെയാണ്? ആഖിറമാണ്. ആ ആഖിറത്തെ വിജയവും അവിടത്തെ പരാജയവുമാണ് നമ്മൾ ഗൗനിക്കേണ്ടത്. അതിന് നൽകിയിരിക്കുന്ന കുറച്ചു കാലത്തെ ജീവിതം അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. ആഴത്തിൽ ഉറക്കണം മുഅ്മിനീങ്ങളുടെ, നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഉറക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉറച്ച മസ്ബൂത്തായ ഈമാനിന്റെ ഉടമകളാക്കി അള്ളാഹു നമുക്ക് നമ്മുടെ തീർക്കുമാറാകട്ടെ. ഫലാ യുഖഫഫു അൻഹുൽ അദാബു വലാ ഹും യുൻസറൂൻ. വേദഗ്രന്ഥത്തിനെ തള്ളിപ്പറഞ്ഞ ആളുകൾ, അവരെ ഒരു കാരണവശാലും അവർക്ക് ശിക്ഷയിൽ ഇളവില്ല. നാളെ അവരെ കൈപിടിക്കാൻ, ഒന്ന് സഹായിക്കാൻ ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറയാൻ, ഒരു സാന്ത്വനത്തിന്റെ വാക്ക് പറയാൻ പോലും നാളെ ആഖിറത്തിൽ ആരും ഉണ്ടാവുകയില്ല. അള്ളാഹു എനിക്കും നിങ്ങൾക്കും നല്ല ബോധം തരുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم أنتم هؤلاء تقتلون أنفسكم وتخرجون فريقا منكم من ديارهم تظاهرون عليهم بالإثم والعدوان وإن يأتوكم أسارى تفادوهم وهو محرم عليكم إخراجهم أفتؤمنون ببعض الكتاب وتكفرون ببعض فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون أولئك الذين اشتروا الحياة الدنيا بالآخرة فلا يخفف عنهم العذاب ولا هم ينصرون. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.